മെയ് 14 വിശുദ്ധ മത്തിയാസ് അപ്പസ്തോലൻ. മത്തിയാസ് എന്ന പേരിൻ്റെ അർത്ഥം യാഹ്വേയുടെ സമ്മാനം എന്നാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാർ ദൈവമാതാവിനോടൊരുമിച്ച് അത്താഴമുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം നിർവഹിക്കാനുണ്ടായിരുന്നു. യൂദാസ് കറിയാത്തോയുടെ സ്ഥാനത്ത് വേറൊരാളെ നിയോഗിക്കേണ്ടിയിരുന്നു. അവൻ്റെ ആചാര്യസ്ഥാനം മറ്റൊരുവൻ സ്വീകരിക്കട്ടെ എന്ന് സങ്കീർത്തകൻ എഴുതിയിട്ടുണ്ടല്ലോ. ആകയാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഭൂമിയിലായിരുന്ന കാലത്തെല്ലാം സ്നാപക യോഹന്നാൻ ജ്ഞാനസ്നാനം നൽകിയത് മുതൽ അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തതുവരെ ശിഷ്യസമൂഹത്തിൽ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ പുനരുത്ഥാനത്തിന് സാക്ഷിയാകണം. അവർ 2 പേരുടെ നാമം നിർദ്ദേശിച്ചു. യൂസ്തൂസ് എന്ന് വിളിക്കപ്പെടുന്നവനും ബർണബാസ് എന്ന അപരനാമമുള്ളവനുമായ യോസേപ്പിനെയും മത്തിയാസിനെയും. അനന്തരം അവർ ഇങ്ങനെ അപേക്ഷിച്ചു: സകലരുടെയും ഹൃദയങ്ങൾ കാണുന്ന കർത്താവെ, യൂദാസ് സ്വന്തം കുറ്റത്താൽ ശ്ലൈഹിക സ്ഥാനവും ആചാര്യത്വവും നഷ്ടപ്പെടുത്തി. അവനർഹിക്കുന്ന സ്ഥാനത്തേക്ക് അങ്ങ് ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരിക. പിന്നീട് 11 അപ്പസ്തോലന്മാർ നറുക്കിട്ടു. നറുക്ക് മത്തിയാസിന് കിട്ടി. അങ്ങനെ അദ്ദേഹം 11 സ്ലീഹന്മാരോടുകൂടെ എണ്ണപ്പെട്ടു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ മത്തിയാസിന് മുൻകൂട്ടി തന്നെ ഉണ്ടായിരുന്ന ഗുണങ്ങൾ വിലയിരുത്തിയല്ല യേശു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. മറിച്ച് അദ്ദേഹം യോഗ്യതയുള്ളവനായി തീരും എന്ന ഉറപ്പിലാണ്. നാം ഏവരെയും ദൈവം തിരഞ്ഞെടുക്കുന്നത് ഈ രീതിയിലാണ് എന്ന് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമന്റ് പറയുന്നു. ഇതര അപ്പസ്തോലന്മാരോടുകൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മത്തിയാസ് ശരീരനിഗ്രഹത്തെക്കുറിച്ച് അത്യുത്സാഹത്തോടെ പ്രസംഗിക്കുകയുണ്ടായെന്ന് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമന്റ് പറയുന്നു. അദ്ദേഹം കപ്പദോക്കിയയിലും കാസ്പിയൻ സമുദ്രതീരത്തുമാണ് സുവിശേഷം പ്രസംഗിച്ചത്. AD 80 എത്യോപ്യയിൽ വെച്ച് മത്തിയാസ് രക്തസാക്ഷിത്വ കിരീടം നേടി. വചനം മലാക്കി 2-ാം അധ്യായം 15-ാം വാക്യം. ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്? ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിചിന്തനം: ദൈവവുമായുള്ള ഉടമ്പടിയാണ് വിവാഹത്തിലൂടെ പൂർണ്ണമാവുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ദമ്പതികൾ വേർപിരിഞ്ഞ് കാണുവാൻ ആഗ്രഹിക്കാത്തത്. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ യൂദാസ് കറിയോത്തയും രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. ആ ഒരു ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടതെല്ലാം കർത്താവായ ഈശോ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അദ്ദേഹം ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതുകൊണ്ട് വിധി മറ്റൊന്നായി മാറി. മത്തിയാസിൻ്റെ വിളി ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിലാണ് വ്യക്തമായത്. നമ്മുടെ വിളിയും ദൈവപരിപാലനയിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിനാൽ നാം നന്ദിയുള്ളവരായിരിക്കേണ്ടതാണ്. ഏസാവിനെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, യാക്കോബ് എനിക്ക് പ്രിയങ്കരനാണ്. അങ്ങനെ സൗജന്യമായ ഒരു ആഹ്വാനമാണ് നമുക്കും ലഭിച്ചിട്ടുള്ളത്. ഓർത്തു നോക്കൂ.